നമ്മളെടുത്തത് കേക്ക് ഓർഡേഴ്സ് എല്ലാം എടുത്ത് പിന്നെ സ്ഥിരമായിട്ടുള്ളൊരു കസ്റ്റമറായി മാറാന്ന് പറയുന്നത് അത്രയും ബ്ലെസ്സിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൊറോണൻ്റെ ആ ഒരു ടൈമിലാണ് ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അന്നൊട്ട് ഇന്ന് വരെ എൻ്റെ മെയിൻ കസ്റ്റമർ ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇത്. ആളെ മോളെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് ഓർഡേഴ്സ് ആണ് തന്നിട്ടുള്ളത്. കുറച്ച് ഡേയ്സ് മുമ്പേ കസ്റ്റമർ കേക്കിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളെല്ലാം അയച്ച് അതേപോലെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസിയായി. കാരണം നമ്മൾ ആ ഒരു സ്പഞ്ച് കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും നല്ല മോയിസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഒരു ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല ഈസി ആയിട്ടുണ്ടായിനി. 2 kg കേക്കാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായത്. ഒന്ന് നല്ല വീതിയിൽ ചെയ്യാനും, അതായത് 2 ലെയർ ആയാലും പ്രശ്നമില്ല, അത്യാവശ്യം നല്ല വീതിയിൽ ചെയ്യാനും, പിന്നെ ഒന്ന് കുറച്ചൊരു ടോളായിട്ട് ചെയ്യാനും. അപ്പോൾ ഈ ഒരു വീതിയിൽ ചെയ്യുന്ന കേക്ക് ഞാൻ 10 ഇഞ്ചിൻ്റെ പാനിലിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയൊരു പണി കിട്ടി, ചെറുതായിട്ടൊന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു സ്പഞ്ച്, എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടി. ആൻഡ് ഈ ഒരു മെയിൻ കേക്കിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ സ്ട്രോബെറിയാണ്. പക്ഷേ ഈ ഒരു സ്ട്രോബെറിക്ക് വേക്കിൽ കുറച്ച് കഥകളുണ്ട്. അത് ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ.